സുഹൃത്തുക്കളെ, ഇപ്പോൾ സമയം ഏതാണ്ട് 5:30 മണിയോടാകാറായിരിക്കുന്നു രാവിലെ. ഈ കാണുന്നത് ത്രിവേണി സംഗമത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയുള്ള എല്ലാ വഴികളിലും ഇങ്ങനെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ 24 മണിക്കൂറും ആളുകളുടെ വരവും പോക്കും കുളിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി നേരെ പോകുന്നത് ത്രിവേണി സംഗമത്തിലേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വലതുവശത്ത് പിങ്ക് കളറിലെ ടോയ്ലറ്റുകൾ വെച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ളതാണ്. അതിൻ്റെ പുറകിൽ ബ്ലൂ കളർ ടോയ്ലറ്റുണ്ട്, അത് പുരുഷന്മാർക്കുള്ളതാണ്. ഇവിടെ കാണാം. ഇപ്പോൾ രാവിലെ ഇവിടുത്തെ പല പരിപാടികളും തുറന്നിട്ടില്ല, വെളുപ്പിനെ ആയതുകൊണ്ടാണ്. ആളുകളുടെ കൂട്ടം ഇപ്പോൾ ഈ വഴിയിൽ അല്പം കുറവായിട്ട് കാണുന്നു. അപ്പുറത്തെ വഴികളിലൊക്കെ ഭയങ്കര കൂട്ടമാണ്. അപ്പോൾ 24 മണിക്കൂറും ഇവിടെ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. രാത്രിയിലും ഒന്നും വ്യത്യാസമില്ല. ആളുകൾ പല സ്ഥലത്തു നിന്ന് നേരിട്ട് അങ്ങനെ അവരുടെ ബാഗേജുമായിട്ട് വരുന്നു. ഇവിടെയൊക്കെ ചില അഭയകേന്ദ്രങ്ങളുണ്ട്. വളരെ നല്ല അറേഞ്ച്മെൻ്റാണ്. കാരണം ഇത്രയും ഒരു 60 കോടി ജനങ്ങൾക്കുള്ള സൗകര്യം ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഓരോ ചില ആളുകളൊക്കെ 10-12 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 20 കിലോമീറ്ററൊക്കെ നടന്നാണ് ഈ സ്ഥലത്ത് എത്തുന്നത്. കാരണം റെയിൽവേ സ്റ്റേഷൻ മിക്കവാറും ട്രെയിനെല്ലാം ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെ നിർത്തത്തുള്ളൂ. ഈ പ്രയാഗ്രാജ് വരെ വരില്ല. ചില അപൂർവം ട്രെയിനുകൾ മാത്രമേ പ്രയാഗ്രാജ് വരെ വരത്തുള്ളൂ. അതേപോലെ ബസ്സും 10-15 കിലോമീറ്റർ ദൂരെ നിൽക്കത്തുള്ളൂ, വെളിയിൽ നിന്ന് വരുന്ന ബസ്സുകളെല്ലാം. അത് അവിടുന്ന് പിന്നെ UP ഗവൺമെൻറ് ഷട്ടിൽ സർവീസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷട്ടിൽ സർവീസ് ഈ പ്രയാഗ്രാജ് സിവിൽ ലൈനിൻ്റെ അടുത്ത് വരെ വരും. അപ്പോൾ അവിടുന്ന് നമ്മൾ പിന്നെ നടന്ന് നമ്മുടെ സ്ഥലങ്ങളിലേക്ക് പോകണം. എവിടെയാണ് താമസിക്കുന്നതെന്ന് വെച്ചാൽ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ അവിടത്തേക്ക് ഒന്നും ചിലപ്പോൾ ഓട്ടോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. കാരണം പല റോഡുകൾ ഇങ്ങനെ പല റോഡുകൾ ഇങ്ങനെ ബന്ദ് ചെയ്തിരിക്കുകയാണ് പോലീസ് ഈ ആളുകളുടെ സൗകര്യാർത്ഥം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടണമെന്നില്ല. നമ്മൾ കുറേ ദൂരം നടന്ന് ഒക്കെ അങ്ങനെ ആസ്വദിച്ച് ഈ കുംഭമേളയിൽ വരാൻ പറ്റത്തുള്ളൂ. ഇത് കുളി മാത്രമല്ല, ഇവിടുത്തെ പ്രധാനം ഇപ്പം നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാൻ ഗംഗയാണ്. ഈ സൈഡിൽ കാണുന്നത് ഗംഗാഘട്ട്. അങ്ങനെ ഇതിൽ നമ്മളിങ്ങനെ വരുമ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഇതിൻ്റെ മേളയുടെ ഇതാ നമ്മുടെ പോലീസുകാരൊക്കെ ഇവിടെ ഇരുന്ന് ചൂട് കൊള്ളുന്നു. ജി കൈസ ടണ്ടി ടീക്കേ ടണ്ടി കൈസ. അപ്പം അങ്ങനെ എന്നാ ബാഗ് പിടി, ബാഗ് കൊടുത്തു പോയി. അങ്ങനെ ഓരോരോ വഴിയോര കച്ചവടക്കാരൊക്കെ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ആളുകളുടെ കുറച്ച് ഒരു കൂട്ടമൊന്നും ശാന്തമായതോടുകൂടി ഇങ്ങനെ കാണാം. നമുക്ക് അവരൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ തെളിനടെ കാണാൻ പറ്റും. അവിടെയൊക്കെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ മേളയുടെ ഒരാൾക്കൂട്ടം നിങ്ങൾക്ക് കാണാം. ഈ മേളയുടെ ഒരു വിശേഷത എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്ത് ആളുകൾ, പ്രായമുള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നമ്മുടെ ഇന്ത്യയുടെ നാനാഭാഗത്തുമുള്ള ആളുകൾ ഇവിടെ ഈ മേളയിൽ പങ്കെടുക്കാനായിട്ട്, ഇതിൻ്റെ പുണ്യം ലഭിക്കുവാനായിട്ട് ഇങ്ങനെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കാണാം. അങ്ങോട്ട് ആളുകൾ എത്ര ദൂരം ആളുകളുണ്ട്, നില്ലേ എത്ര ദൂരം ആളുകളുണ്ട്. ഇത് ഗംഗാര സൈഡാണ് അടുത്ത വശത്ത് കാണുന്നത്. നില്ല എവിടെ പോയി?